ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഇപ്പോഴത്തെ പാർട്ടി സ്പെഷ്യൽ താരമായ നമ്മുടെ കേക്ക് പോപ്സിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഏത് ഫംഗ്ഷൻ ആണെങ്കിലും കേക്ക്സ്, കപ്പ് കേക്ക്സ്, അതിൻ്റെ കൂട്ടത്തിൽ ഈ കേക്ക് പോപ്സും കൂടി ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ വീട്ടിൽ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ആയാൽ നിങ്ങൾ കേക്ക് മാത്രം ഉണ്ടാക്കി പരീക്ഷിക്കാതെ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാകും, നല്ല കളർഫുള്ളാകും നമ്മുടെ പാർട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള കേക്ക് പോപ്സ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 മുട്ട യൂസ് ചെയ്തിട്ട് ഒരു വാനില സ്പോഞ്ച് കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തുകൊണ്ട് റെസിപ്പി ഉണ്ടാക്കുന്ന വീഡിയോ ഞാനിതിൽ കാണിച്ചിട്ടില്ല. 3 മുട്ട എടുത്തിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ അങ്ങ് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇത് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കേക്ക്സ് എല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 3 ടീസ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ശേഷം നമുക്ക് നനവ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് പകുതി കണ്ടൻസ്ഡ് മിൽക്കും പകുതി പാലും അങ്ങനെയും ചേർത്ത് കൊടുക്കാം. പാല് വെച്ചിട്ടും നിങ്ങൾക്കിത് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഒന്നും കൂടി ടേസ്റ്റിനും പിന്നെ അതുപോലെ തന്നെ നല്ല ഷേപ്പായിട്ട് കിട്ടാനും കണ്ടൻസ്ഡ് മിൽക്കാണ് ബെസ്റ്റ്. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ ആകുന്നത് വരെ നമ്മൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കോ പാലോ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ ബോൾസ് മതിയെങ്കിൽ അതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ 16 ബോൾസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു അല്പം വലുപ്പത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ബോൾസാണ് വേണ്ടതെങ്കിൽ ചെറിയ ബോൾസാക്കി ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 20 ബോൾസ് വരെ നിങ്ങൾക്ക് 3 മുട്ട വെച്ചിട്ടുള്ള കേക്ക് സ്പഞ്ചിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ കേക്ക് പോപ്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് വേണം. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോപ്സ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതുപോലുള്ള ഒരു പോപ്പ് സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബേക്കിംഗ് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഒരെണ്ണത്തിന് 3 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും ഈ വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പോപ്പ് സ്റ്റിക്ക് ഇത്തിരി ലെങ്തി ആയതുകൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുമ്പം അത് അങ്ങ് ഒട്ടിയിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് തന്നെ ഇത് ഡിപ്പ് ചെയ്തെടുക്കണമെന്നില്ല. വൈറ്റ് ചോക്ലേറ്റിൽ കളർ എന്തെങ്കിലും ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കളർഫുള്ളാക്കാം. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോൾസിലെല്ലാം സ്റ്റിക്ക് കുത്തി വെച്ചതിന് ശേഷം ഇത് ഞാൻ ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ചോക്ലേറ്റിൽ ഇത് മുഴുവനായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു 15 മിനിറ്റ് ഫ്രീസറിൽ സെറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസും നമുക്ക് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കവർ ചെയ്തിട്ട് നമ്മുടെ കേക്ക് പോപ്സ് റെഡിയാക്കി എടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതുപോലെ അങ്ങ് പതിയെ ഡിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ അങ്ങ് ഹോൾഡ് ചെയ്ത് പിടിക്കുക കുറച്ച് നേരം. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് എല്ലാം അങ്ങ് പൊക്കോളും. പിന്നെ ഒരു ഡെക്കറേഷനായിട്ട് ഞാൻ ഷുഗറിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കളർ ബോൾസ്. അത് നമ്മൾ ഈ വൈറ്റ് ചോക്ലേറ്റ് അങ്ങ് സെറ്റാകുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് സെറ്റായിട്ടിരിക്കില്ല. അപ്പോൾ ആ കാര്യം മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെക്കറേഷനായിട്ട് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ കളർ ഷുഗർ ബോൾസും അതുപോലെ തന്നെ ഗോൾഡൻ ഷുഗർ ബോൾസും ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഡിപ്പ് ചെയ്തെടുക്കുന്ന ചോക്ലേറ്റ് തിക്കായി എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്ന ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ചോക്ലേറ്റ് അങ്ങ് ഹാർഡായി നിൽക്കുന്ന ചോക്ലേറ്റ് അങ്ങ് മെൽറ്റായിട്ട് നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് പോപ്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 3 പോപ്സ് ഇതുപോലെ ഗ്രീൻ കളറിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുഡ് കളർ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഓരോ പോപ്സും ഡിപ്പ് ചെയ്തെടുത്താൽ നമുക്കിതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള പോപ്സും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വാനില പോപ്സിന് ഞാൻ 10 രൂപയാണ് വാങ്ങുന്നത് ഒരു പോപ്സിന്. പിന്നെ ചോക്ലേറ്റ് ഫ്ലേവർ ആണെങ്കിൽ 15ഉം റെഡ് വെൽവെറ്റ് ആണെങ്കിൽ 20ഉം അങ്ങനെയാണ് റേറ്റ് വാങ്ങുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്തെടുക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്